പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴിൽ കണ്ട പോലെ തന്നെ വിൻറ്റേജ് സോങ്ങുകൾ ഒരുപാട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള ഓഡിയോ ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫിലിപ്സ് 40 എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് വെച്ച് ചെയ്തിട്ടുള്ള VI ഓഡിയോസിൻ്റെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ഓഡിയോ ടെസ്റ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു പേജും കൂടെയൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡെന്ന് പറയുന്നത്. പണ്ടത്തെ, അതായത് 90s വളരെ ഫേമസ് ആയിരുന്ന ഫിലിപ്സിൻ്റെ ഒരു സർക്യൂട്ട് ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മോഡലാണിത്. ഫിലിപ്സ് മാക്സ് 40 എന്നാണ് ഈ ഒരു ബോർഡിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം പണ്ട് തൊട്ടേ ഈ ഒരു ഫീൽഡിൽ, അതായത് ഓഡിയോ ആംപ്ലിഫയർ അസംബ്ലിങ് അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സർക്യൂട്ട് വളരെ പരിചയമായിരിക്കും. സിംഗിൾ സപ്ലൈയിൽ 30-55 മെറ്റൽ ട്രാൻസിസ്റ്ററുകളൊക്കെ ഉപയോഗിച്ചിട്ട് പണ്ട് കാലത്ത് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു സർക്യൂട്ടായിരുന്നത്. പിന്നീട് ഡുവൽ സപ്ലൈ ഉള്ള ആംപ്ലിഫയർ ബോർഡുകളൊക്കെ വന്നതോടുകൂടി ഇത് ജസ്റ്റ് മാഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേര് ഈ ഒരു സർക്യൂട്ടിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ ചെയ്തിട്ടുള്ള ബോർഡുകൾ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നവരുണ്ട്. ഇപ്പോഴും ഈ ബോർഡ് കിട്ടാനില്ല, ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ടുള്ള ബോർഡുകൾ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പം VI ഓഡിയോസ് ഇങ്ങനെ ഒരു ബോർഡ് വീണ്ടും ഇറക്കിയിട്ടുള്ളത്. അപ്പം വിൻറ്റേജ് ഓഡിയോസ് അല്ലെങ്കിൽ വിൻറ്റേജ് പാട്ടുകളൊക്കെ, അതായത് 90s പാട്ടുകളൊക്കെ അല്ലെങ്കിൽ ശുദ്ധമായ സംഗീതം ആസ്വദിക്കുന്നവരൊക്കെ ഇപ്പോഴും ഒരു ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ബോർഡൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നത്തേതിൽ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 30 വോൾട്ട് മുതൽ 60 വോൾട്ട് വരെയുള്ള സിംഗിൾ സപ്ലൈ DC ആണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിലേക്ക്, അതായത് ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടോൺ ബോർഡും കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന്. നമ്മൾ പണ്ട് നമ്മുടെ ചാനലിലൊക്കെ ഈ ഒരു ടൈപ്പ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ബോർഡിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ടൈപ്പ് ബോർഡ് നമ്മൾ അന്വേഷിച്ചെങ്കിലും ടൈപ്പ് ബോർഡ് നമുക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. ചുരുക്കം ചില ഷോപ്പുകൾ, പണ്ടത്തെ ഉള്ള ഷോപ്പുകളിലൊക്കെ മാത്രമേ ഈ ബോർഡ് ഉണ്ടായിരുന്നുള്ളൂ, പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെറ്റൽ ടൈപ്പ് ട്രാൻസിസ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് വെച്ചിട്ടുള്ള ബോർഡ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സർക്യൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ നല്ല ഓപ്പൺ ആയിട്ടുള്ള മിഡ് റേഞ്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നല്ല വോക്കൽ ക്വാളിറ്റി, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബേസും, അതുപോലെ തന്നെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ട്രെബിളും ആയിരിക്കും നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്നത്. അതാണ് നമുക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഓഡിയോ നമുക്ക് കിട്ടും. അതായത് ഭയങ്കരമായ വാട്ടേജോ ഭയങ്കരമായ ബാസോ ഭയങ്കരമായ ഇരുത്തമൊന്നും അങ്ങനെ ഒരു സംഭവമല്ല. പക്ഷേ നമുക്ക് നല്ല, ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ഒരാൾ പാടുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു ഓഡിയോ ആണ് ആ ഒരു സർക്യൂട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എസ്പെഷ്യലി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സോങ്ങുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തബല, മൃദംഗമൊക്കെയാണ്, നമുക്കത് വളരെ ക്ലീനായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത. നമ്മളിത് ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു 3-way ബോക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പാട്ട് ആസ്വദിക്കാൻ കഴിയും. അതായത് ഒരു 8 ഇഞ്ചോ അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെ ഒരു വൂഫർ, ഒരു 5 ഇഞ്ച് മിഡ് റേഞ്ച്, ഒരു നല്ലൊരു ട്യൂട്ടറും വെച്ചിട്ട് നല്ലൊരു നെറ്റ്വർക്ക് ബോർഡൊക്കെ ഇട്ട് നല്ലൊരു 3-way ബോക്സ് ചെയ്തിട്ട് ഇതേപോലൊരു സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. പണ്ട് കാലത്തെ, അതായത് ഒരുപാട് റിയലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് റിയലായിട്ട് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള നല്ല സോങ്ങുകളൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിന് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു സർക്യൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എത്ര നേരം നമ്മൾ പാട്ട് കേട്ടാൽ നമ്മൾ ടയേർഡ് ആവില്ല. ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പാട്ട് ആസ്വദിക്കുന്നത്. അപ്പം ചിലർക്ക് ഒരുപാട് ബേസ്, എസ്പെഷ്യലി സബിൻ്റെയൊക്കെ ബേസ് ഒരുപാട് നേരം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടയേർഡായി പോകുന്നതായിട്ട് നമുക്കൊരു ഫീൽ, മതി എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതേപോലുള്ള സർക്യൂട്ടുകളിലൊക്കെ നമുക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ചില ബാർബർ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ചില ബസ്സിൽ, ചില ചായക്കടകളിലൊക്കെ പാട്ടിടുമ്പോൾ നമ്മൾ ചിലപ്പം അതിങ്ങനെ ആസ്വദിച്ചിരുന്ന് കേട്ടു പോകാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോകും. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്.
നമ്മൾ അഹൂജയുടെ 4040 SM ആണെങ്കിലും അങ്ങനെ അധികം മാരക വാട്സൊന്നും ഇല്ലാത്ത ചില ആംപ്ലിഫയറുകളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ബോർഡാണ് നമ്മളിന്ന് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞത്. ഇനി ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 4 3055 ട്രാൻസിസ്റ്ററുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സർക്യൂട്ടിൽ വരുന്ന രീതി തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. 3055 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററുകളാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 2 3055 ഒരു ചാനലിനും മറ്റ് 2 3055 ഒരു ചാനലിനുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഹീറ്റ് സിങ്കും ഈ ഒരു ബോർഡിലിട്ട് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല വൃത്തിയായിട്ടാണ് ഈ ഒരു ബോർഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കോമ്പണൻസും ഒറിജിനൽ കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പവർ സപ്ലൈ കൊടുക്കുന്ന ഭാഗത്തായിട്ട് ഒരു ഡയോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സപ്ലൈ തിരിഞ്ഞു പോവുകയാണെങ്കിൽ പോലും ബോർഡിന് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡയോഡ് ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിതുവരെ ഈ ഒരു ബോർഡിൻ്റെ വാട്ട്സ് നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു സർക്യൂട്ടിൻ്റെ വാട്ട്സ് നമ്മൾ പറഞ്ഞില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സ് എന്ന് പറയുന്നത് 40 + 40 വാട്ട്സ്, അപ്പോൾ 40 + 40 വാട്ട്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് വരുന്നത്. പക്ഷേ അത് 40 ആണെങ്കിലും നമുക്കൊരു 100ൻ്റെ ഗുണം ചെയ്യുമെന്നൊക്കെ പറയുന്ന പോലെ നല്ല രസമാണ്. നല്ല പുഷ് ചെയ്തുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മളിവിടെ കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് 100 വാട്ട്സിൻ്റെ ഒരു 10 ഇഞ്ച് വൂഫറും ഒരു 20 വാട്ട്സിൻ്റെ മിഡ് റേഞ്ചും പിന്നെ ഒരു ട്യൂട്ടറും വരുന്ന രീതിയിൽ ഏകദേശം ഒരു 120-130 വാട്ട്സ് വരുന്ന ഒരു ബോക്സാണ്, അല്ലെങ്കിൽ പോട്ടെ ഒരു 100 വാട്ട്സ് വരുന്ന 2 ബോക്സാണ് ഈ ബോർഡിലേക്ക് കൊടുത്തത്. നല്ല വർക്കിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വർക്കിംഗ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് സിങ്ക്, അതുപോലെ ഇനി PCBയിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലാസ് എപ്പോക്സി PCBയിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് സോൾഡർ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ മാസ്കിങ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് കപ്പാസിറ്റർ കപ്ലിംഗ് ആയതുകൊണ്ട് തന്നെ സ്പീക്കറിൽ നമുക്ക് DC സപ്ലൈ ചെന്ന് കയറുന്ന ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ സ്പീക്കർ കംപ്ലയിൻ്റ് ആയി പോകുന്ന ഒരു ഇഷ്യൂസൊന്നും നമുക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഏകദേശം 2 ദിവസത്തോളം നമുക്ക് ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാൻ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മഴ കാരണം നമുക്കിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ പാട്ട് ഇട്ടിരുന്നത് ഈ ഒരു ബോർഡിൽ തന്നെയായിരുന്നു. നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വെറുതെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്താണ് ഇട്ടിരുന്നത്. ഗ്രൗണ്ടിങ് ഒന്നും കൊടുക്കാതെ. എന്നിട്ടും നോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നീറ്റാണ്. ഇനി നമുക്ക് ഈ ബോർഡിൻ്റെ കണക്ഷൻസിലേക്ക് വരാം. സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ സിംഗിൾ സപ്ലൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ DC ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം 27-027 ആണ് ട്രാൻസ്ഫോമർ എങ്കിൽ അതിന് ഒരു കപ്പാസിറ്ററും 2 ഡയോഡ് ഉപയോഗിച്ചിട്ട് സിംഗിൾ സപ്ലൈ ആക്കി DC ആക്കിയതിന് ശേഷം ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു 37-38 വോൾട്ട് DC കിട്ടും. ഇതിൽ 60 വോൾട്ട് വരെ DC കൊടുക്കാവുന്നതാണ്. ഒരു സേഫ്റ്റിക്ക് നമ്മളൊരു 50 അല്ലെങ്കിൽ 55 വോൾട്ട് വരെ കൊടുക്കുന്നതായിരിക്കും സേഫ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വർക്കും കിട്ടും. എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ ആണെങ്കിൽ നമുക്ക് നല്ല വർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ സോൾഡർ ചെയ്യാവുന്നതാണ്. അവിടെയാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ഇൻപുട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻ എന്ന് എഴുതിയാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാർക്ക് ചെയ്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ്. സെൻട്രലാണ് ഗ്രൗണ്ട്. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലിൽ ഉള്ള ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ജമ്പർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജമ്പർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രൗണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റിയിലിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ 2 ഭാഗത്തും കാണുന്നത് ലെഫ്റ്റ്, റൈറ്റ് ഓഡിയോ ഇൻപുട്ടാണ്. സെൻട്രൽ ഗ്രൗണ്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് GND ഒന്ന് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബിഗിനേഴ്സിന് എളുപ്പമായിരുന്നു. അല്ലാത്ത പക്ഷം കുഴപ്പമില്ല. പിന്നെ വരുന്നത് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് വരുന്ന സ്പീക്കർ ഔട്ട്പുട്ടാണ് ഈ ഒരു ഭാഗത്ത്. അവിടെ സ്പീക്കറിൻ്റെ മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ SP എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊളാരിറ്റി മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ SP എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ താഴേക്ക് പോയിരിക്കുന്നതാണ്. അതായത് ഇതിന് ചുറ്റും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നെഗറ്റീവാണ് പോയിട്ടുള്ളത്. അതായത് ഗ്രൗണ്ട്, കോമൺ ഗ്രൗണ്ടാണ് പോയിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന DC വോൾട്ടിൻ്റെ നെഗറ്റീവ് ഇതാണ്. അത് ആ ട്രാക്ക് തന്നെയാണ് സ്പീക്കറിൻ്റെ നെഗറ്റീവ് വന്നിട്ടുള്ളത്. ഒരു ചാനലിൻ്റെ അടുത്ത ചാനലിൻ്റെ സ്പീക്കറിൻ്റെ നെഗറ്റീവ്. ഇതാണ് നെഗറ്റീവ്. തൊട്ടടുത്ത് വരുന്ന ലെഗ് ആയിരിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കോൺടാക്റ്റുകളുടെ നമ്പർ ഈ PCB തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. വിയുടെ ബ്രാൻഡിങ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് കോമ്പണൻസ് മാസ്ക് ചെയ്തേക്കാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ നമുക്കങ്ങനെ മാസ്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തിട്ടുണ്ട് എന്തോ. ഓക്കെ. ഇപ്പോൾ സർക്യൂട്ട് അവൈലബിൾ ആണ്, നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ടിനെ ബേസ് ചെയ്ത് തന്നെയാണ്, ഫിലിപ്സ് 40 എന്നുള്ള സർക്യൂട്ടിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബോഡി ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരാം.
അപ്പോൾ നമ്മൾ നമ്മുടെ ഫുൾ റേഞ്ച് സ്പീക്കർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കൂടുതലും കോപ്പറേറ്റ് അടിക്കുന്ന സോങ്ങുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഒരുപാട് നേരം പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പറേറ്റ് അടിക്കും. അപ്പം കൂടുതൽ വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് നമുക്ക് നോക്കാം. ചോറും മൊഴിയും തരുമോ പാടിത്തരുമോ മുന്നാടി മുത്തുണ്ട് മൂവന്തി പൊന്നുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ ഹൈഫൈ ക്വാളിറ്റിയിലുള്ള പെർഫോമൻസ് നമുക്ക് മനസ്സിലായി. നമ്മൾ ഈ ഒരു മറാൻസിൻ്റെ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടോൺ ബോർഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈഫൈ ക്വാളിറ്റിയിലുള്ള ഓഡിയോ നമുക്ക് ഈ ഒരു രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഹൈ ബേസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഒരു ബോർഡ് പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയാൻ വേണ്ടത്. കുറച്ച് പഞ്ച് ബേസൊക്കെ ഉള്ള പാട്ട് ഇടുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മറ്റൊരു ടോൺ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. SD ഓഡിയോസിൻ്റെ ഒരു മിനി BT ബോർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഡുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടോൺ ബോർഡാണ്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു ബോർഡിനെ പറ്റി പറയാനായിട്ട്. VI ഓഡീസിൻ്റെ ഫിലിപ്സ് മാക്സ് 40 എന്ന് പറയുന്നൊരു മോഡൽ. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ഉടനെ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇതുമായിട്ടൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നല്ലൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ VI ഓഡീസിൻ്റെ ഒഫീഷ്യൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ വാട്സപ്പ് കാറ്റലോഗിൽ തന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൊറിയർ വഴി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബോർഡിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബോർഡിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.